കുഞ്ഞാപ്പ വെച്ചപ്പോഴെന്താ ചുരുക്ക് എടുക്ക? എന്താ കുഞ്ഞപ്പ മൂന്നാം പെരുന്നാളായിട്ട് ഇങ്ങനെ കിടക്കണേ? അല്ല ഇജ്ജ് എവിടെയും പോയില്ലെന്ന്? എവിടെ പോവാനാ? എന്നാലും അമ്മായിന്റെ ആടാ പോയി. എന്നിട്ട് എന്താ അമ്മായിന്റെ വിളി? അമ്മായി മോനെ അമ്മായി വിളിച്ചിട്ട് പോവാൻ വിളിച്ചു. ഉമ്മാണ്ട് പറഞ്ഞു, താത്ത എന്താണ് പെരുന്നാളൊക്കെ അല്ലേ, കുഞ്ഞാപ്പൂനെ കൂട്ടി ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരിന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ ഇന്ന അമ്മായിയോടൊക്കെ പോലെ അമ്മായി എങ്ങനെയൊക്കെ വിളിക്കുന്നത് പറഞ്ഞു. അതിനോട് പറയാ ആരും എപ്പോഴും കൂടി അമ്മായിന്റെ അവിടെ പോയി. ചെന്നേക്കും വലിയ അമ്മായി മക്കളും അവിടെ ആരും ഇല്ല. ഓരെന്താ ടൂറ് കാണാൻ പോയി. ടൂറ് പോയി? ആ ടൂറ് പോയി. എന്നാ ഒരു ഞങ്ങളെ വിളിച്ച് എത്തേണ്ട ആവശ്യമുണ്ട് അവർക്ക്. ചെമ്മ പറഞ്ഞത് നമ്മള് ഒരു വെള്ളിയാഴ്ച വിളിച്ചതാവൂ, നമ്മളിപ്പോ ചെല്ലുന്ന ഒരു വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞങ്ങൾ അയലത്തെ വരെ കുത്തിയിരുന്ന് കൊറേ നേരം അമ്മായി മക്കൾ വരണ്ടേ, ഒരാൾ വാദം അടച്ച് കൂട്ടി പോയും ചെയ്തിരിക്കണ്. എന്നിട്ട് മോനെ അപ്പൊ ഞാൻ മണക്കങ്ങ് പഴിച്ചിട്ട് നിൽക്കാൻ വയ്യ. ഞാൻ മഴ ബിരിയാണി ഒക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടാവും ഓര്. ഞമ്മക്ക് ഇനി ഓര് വന്നിട്ട് ഞമ്മക്ക് ചോറൊക്കെ വെക്കാറുണ്ട്. ഞാൻ അമ്മയും കുത്തിന്ന് ഞങ്ങളെ കാണണ്ടേ, അങ്ങോട്ട് പോന്നു. ഓരോ ബിരിയാണി വേണ്ട, ഒന്നും വേണ്ടാണ്ടോ. ഉമ്മാക്ക് അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നു. ഉമ്മാക്ക് ഇന്നലെ ആശാത്താടക്ക് വിസാത്താടക്കൊക്കെ ചെല്ലാൻ പറഞ്ഞാണ്. അത് മടങ്ങി ഉമ്മ അറിയാം കാട്ടില്ലാതായി. അങ്ങനെയാണ് പോന്ന്. എന്നിട്ട് മോനെ ആ ദേശമൊക്കെ ഉമ്മ ഇന്നെ തീർക്കുക. അനക്ക് കുറച്ച് നീറില് കൂട്ടിയ കാരനാണ് അമ്മായിനോർക്ക് പുറപ്പെട്ടത്. കണ്ടില്ലേ, അപ്പൊ ഒരു ടൂറ് പോയില്ലേ, അന്റെ കാരനാണ്. അല്ലെങ്കിൽ നെബിസാത്താടെ പോയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പണിയെടുത്തിട്ട് പെരുന്നാളൊക്കെ എന്തെങ്കിലും തന്നീന്ന് അതും ഇല്ലാതാക്കിയില്ലേ. അവര് ഇമ്മ ഇന്റെ നേരക്ക് ചാടുകടാ. ഞാൻ പറഞ്ഞാണ് അമ്മായി വിളിച്ചിക്കണ്. ഞാൻ പോവാന്ന് പറഞ്ഞില്ലടാ, എന്നോട് പറയണേ. അമ്മായി വിളിച്ചപ്പോ ഞാൻ പറയുന്നത് നമുക്ക് പോവാന്നിട്ട് പോയതാണ് മോനെ. അത് പറയണ്ട. എന്നിട്ടിപ്പോ ഇപ്പൊ മൂന്നാം പെരുന്നാളല്ലേ. അപ്പൊ അവിടുന്ന് ഇറച്ചി കിട്ടീന്ന്, പത്തറച്ചി കിട്ടീന്ന്. എന്നോട് ആരോട് പറയണ്ടേ, എന്റെ അമ്മ ഇറച്ചി വെച്ചിട്ട് ഉപ്പൊട്ട് കഴിച്ചിരിക്കണ്. നമ്മള് പറയാൻ പാടില്ല. അമ്മ ഉപ്പ് കഴിച്ചിട്ട് തിന്നാ അങ്ങോട്ട് തൊള്ളയിൽ കൊടുക്കാനും വയ്യ, എനിക്കാനും വയ്യ. എന്നിട്ട് ഉമ്മാക്കാണെങ്കിൽ ഉപ്പ് കുറച്ചും കൊണ്ട് പെസറ് കൂടും ചെയ്യും. പെസറ് കൂടി എന്റെ അമ്മാനെ പോലെ ഒരു പത്രക്കാടി കൂടെ കൂടി ഇല്ല. പട വെട്ടും. തിന്നാതെ ഇരുന്നിട്ടില്ലല്ലോ. അതൊന്ന് ഉമ്മ തിന്നിട്ടില്ല. ഉമ്മാക്ക് പെസർ കൂടി ഇങ്ങനെ ദേഷ്യം പിടിക്കും. അപ്പൊ ഞാൻ തന്നിട്ട് ഉമ്മ എന്തായാലും നിങ്ങൾ ഉപ്പിട്ട് കൂട്ടിയാലേ ഞാനല്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ ഉപ്പൊക്കെ കഴുകിയിട്ട് ഞാൻ ഞാൻ തിന്ന് വയറൊക്കെ നിറഞ്ഞു. 3 പ്രാവശ്യം ബാത്റൂമിൽ പോയിട്ടാണ് ഞാൻ. അങ്ങനെ വെച്ച കാര്യം ഫുള്ളായിട്ട് എനിക്ക് കഴുകി തിന്നാലോ. ബാത്റൂമിലേക്ക് കക്കൂസിക്ക് പോയിട്ട് ഞാന് ഉമ്മ കുറ്റം കട്ടനൊക്കെ തിന്നത് അങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് പറഞ്ഞു. ഒന്ന് മയങ്ങി കിടന്നതാണ്. അപ്പോഴല്ല എന്റെ വരവ് കണ്ടത്. പുറത്തേക്കൊന്നും കണ്ടില്ല, അപ്പൊ എന്നോട് പോന്നാണ്. അപ്പൊ അവൻ കിടക്കായിരുന്നു. എനിക്ക് വെള്ളം എടുക്കണം. ഇപ്പൊ പെരുന്നാളായിട്ട് എനിക്ക് വെള്ളം തന്നില്ലാന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കണേ. ഒറ്റക്കല്ലേ ഉള്ളു ഉമ്മ അവിടെ? ഉമ്മ അവിടെ ഇല്ല, അമ്മയുടെ പുറത്തൊക്കെ കഴിക്കണം. ദേഷ്യം പിടിച്ചിട്ട് വട വിട്ടിട്ടാണ് പോയിക്കണം ഉമ്മ. ഉമ്മ അറിഞ്ഞ് ഇനിയിപ്പോ മൂത്താപ്പി എന്നല്ലേ വരുമോന്ന് അവൻ പറയുന്നുണ്ട്. കൊടുക്കാനുണ്ടെങ്കിൽ ചെല്ലടാ വന്നിട്ടുണ്ടെങ്കിൽ 2-3 നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെ യാത് പിടിച്ചാണ് പോയിട്ടുണ്ട്. മൂത്താപ്പ വന്നാൽ എനിക്ക് സന്തോഷമായി. നമ്മുടെ മതിയിലും ഉണ്ടാക്കി തരുമല്ലോ, അതൊക്കെ തിന്നാലോ. കോയിറച്ചൊക്കെ കിട്ടൂലോ. കോയിറച്ചൊക്കെ കിട്ടും. ഉമ്മ ഇനി ഉപ്പ് കൂട്ടിയിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. ഉപ്പ് കൂട്ടി ഉണ്ടാക്കിയാണ് എനിക്ക് മിനിറ്റിന് പോയിട്ട് കഴുകി തിന്നാലോ. തിന്നാണ് ധാന്യക്കാട് പിടിച്ചത്. ഞങ്ങളോടൊക്കെ നല്ല വേവേച്ചിനോടെ പോയി. ഞങ്ങള് വേവേച്ചിനോടെ പോയിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ട് കൊടുത്ത് പോന്ന്. ചന്ദ്രേട്ടനെ കണ്ട്. ചന്ദ്രേട്ടൻ കണ്ടല്ലോ കൊടുത്തു വരുമ്പോഴല്ലേ നമ്മള് കണ്ടത്. 5 നേരം കണ്ടില്ലേ. ചന്ദ്രേട്ടനെ കണ്ടടാ. ചന്ദ്രേട്ടൻ എന്താണ് പാവാണ്. ചന്ദ്രേട്ടൻ കയ്യില് കായിട്ടാവൂലേ തരാണ്ടായിരുന്നല്ലോ. ചന്ദ്രേട്ടൻ ഇന്നകാട് വലിയ സാധനം. എന്നിട്ട് ഇനി കായിണ്ടാന്ന് ഇനി പൈസ ഉണ്ടാന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു പിന്നെ തരണ്ടി പറഞ്ഞു. അത് കഴിച്ചിട്ട് കായ് കാണണ്ട. എനിക്കെന്നെ പൈസ നമുക്ക് വാങ്ങാൻ കായില്ല. ഞാൻ കർഷകൻ എടുക്കട്ടെ.
അല്ല ചന്ദ്രേട്ടൻ അന്ന് മേടിച്ച പൈസ തന്നിട്ടില്ല. അത് തള്ളി ഞാൻ പറഞ്ഞിപ്പോ വാങ്ങണ്ട പിന്നെ എത്ര വെച്ചിട്ടാണ് എന്താണ് ഉമ്മ ഇടക്കിടക്ക് ചോദിക്കും അത്ര. അപ്പൊ അത്ര പണിയാകുമ്പോ ചെറിയ പണിയില്ലായിട്ടാണ് ഉമ്മ അറിയാം എത്ര കാലത്താണ് ഉമ്മക്കനെ നാണക്കട എത്ര ചോദിച്ചിട്ട് എത്ര തന്നെ നാണില്ലാന്ന് ചോദിക്കുക. അപ്പൊ മേടിച്ചവർക്ക് തരാനുള്ള ഇത് മനസ്സും കൂടി വേണ്ടേ. കുഞ്ഞു 5 ചെക്കനെ കൊടുത്തു പോയത് പിന്നെ കൊറേ ആട്ടി വിട്ടുമ്മ അരി വാങ്ങാനുള്ള കായ് കാണിച്ച് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാന് ചോദിച്ചപ്പോ പണ്ട് പറയാൻ കൊടുക്കും ചെയ്ത് എന്റെ പോട്ടെ അമ്മ അറിയാ. ഞാനും പറയുമ്പോഴ പോട്ടെ സാരില്ല പറയുമ്പോഴ പൊട്ടച്ചമ്മയുടെ പ്രായമായി പണിക്കും പോലെ എങ്ങനെ നടക്കും. ആൾക്കാരൊന്ന് കായ് പഠിച്ച് പഠിപ്പിച്ച് കൊണ്ടുപോകും ചെയ്യുന്ന അതേമാതിരി തിരിച്ചു കൊടുക്കുക അതും ഇല്ലാന്ന് പോട്ടെ. ഞാൻ ഒഴിവാക്കി. പിന്നെ ഇന്ന് കെടുക്ക ഞാൻ ഒന്ന് കുറച്ചും കൂടി ഉറങ്ങട്ടെട്ടാ. വരുമ്പോ കുറച്ചും കൂടി ഉറങ്ങട്ടെ. വയറും എങ്ങനെ ഭയങ്കര വേനണ്ടടാ. എന്നാ കിടന്നോ. ആയിക്കോട്ടെടാ.